രാത്രി 11 മണി. മഴ ചാറുന്നുണ്ടായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി വിജനമായ ആ ബസ് സ്റ്റോപ്പിൽ ഞാൻ തനിച്ചായിരുന്നു. ഞാൻ എത്തുന്നതിന് മുൻപേ ബസ് പോയിരുന്നു. ഇനി അടുത്ത ബസ് 12 മണിക്കേ ഉള്ളൂ. എൻ്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫായിപ്പോയി. പെട്ടെന്നാണ് ദൂരെ നിന്നൊരു ബസ് വരുന്നത് കണ്ടത്. ഈ റൂട്ടിൽ ഈ സമയത്ത് ബസ് ഉണ്ടാവേണ്ടതല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. വണ്ടി അടുത്ത് വന്നപ്പോൾ കണ്ടു അതൊരു പഴയ മോഡൽ ബസ്സാണ്. ബോർഡിലെ അക്ഷരങ്ങൾ മങ്ങിയിരുന്നു. ബസ്സിനകത്ത് വെളിച്ചം തീരെ കുറവായിരുന്നു. സീറ്റുകളിൽ ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും കുനിഞ്ഞിരിക്കുകയാണ്. ആരും പരസ്പരം മിണ്ടുന്നില്ല. ഞാൻ അവസാനത്തെ സീറ്റിൽ പോയിരുന്നു. ബസ്സിനകത്ത് വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു. മഴയുടെ ആയിരിക്കും. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ആളെ ഒന്ന് ശ്രദ്ധിച്ചു. അയാൾ ഒരു പുതപ്പ് കൊണ്ട് ശരീരം മുഴുവൻ മൂടിയിരിക്കുകയാണ്. ചേട്ടാ, സമയം എത്രയായി? ഞാൻ അയാളോട് ചോദിച്ചു. പക്ഷെ അയാൾ ഒന്നും മിണ്ടിയില്ല. എന്തിന്? ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ അയാൾ പതുക്കെ തല ഉയർത്തി. ഞാൻ അത് കണ്ട് ഭയന്ന് വിറച്ചുപോയി. പുതപ്പിനുള്ളിൽ മുഖമില്ലായിരുന്നു. വെറും പൊള്ളയായ ഒരു കുഴി മാത്രം. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മുന്നിലുള്ള സീറ്റുകളിലേക്ക് നോക്കി. അവിടെ ഇരുന്നവരെല്ലാം ഒരേ സമയം എന്നെ തിരിഞ്ഞു നോക്കി. ആർക്കും മുഖമില്ല. അവരുടെ കൈകൾ എൻ്റെ നേരെ നീണ്ടുവന്നു. നിനക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾ കാത്തിരുന്നത്, എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ നിലവിളിച്ചുകൊണ്ട് ബസ്സിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് ഓടി. പക്ഷെ അവിടെ വാതിലില്ലായിരുന്നു. ബസ്സിന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് വണ്ടി റോഡിലൂടെ അല്ല പോകുന്നത്, മറിച്ച് കനത്ത മൂടൽമഞ്ഞിലൂടെ ആകാശത്തിലേക്ക് ഉയരുകയാണ്. അടുത്ത ദിവസം രാവിലെ പത്രത്തിലൊരു വാർത്ത വന്നു. 10 വർഷം മുമ്പ് ഇതേ ദിവസം കൊക്കയിലേക്ക് മറിഞ്ഞ ബസ്സിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്നും തിരിച്ചറിയാനാകാത്ത ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു.